അവൾക്ക് ഇതാരും മുട്ടയൊക്കെ വെച്ച് കൊടുത്തേക്കുന്നേ? സുലേഖയാണല്ലേ? ഇപ്പോഴും ഇവിടെ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ അത് വിഷമമായിട്ട് മാറത്തില്ലേ? സങ്കടപ്പെടുന്ന ഒരു കാഴ്ചയല്ലേ? നമുക്ക് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല. മകളുടെ ശവോടിരുത്തി ഇരിക്കുന്ന കാഴ്ച എന്ന് രാവിലെ വൈകിട്ടൊക്കെ ഇത് തന്നെ. ഇവിടെ ഇരിക്കുമ്പോൾ ഇവിടെ വരുമോ? എപ്പോഴും നമ്മളെ കാണേണ്ടി വരുമോ? മോഹമൊക്കെ വല്ലാതെ ഇരിക്കുവാണല്ലോ. എന്തായാലും ഞാനിവിടെ ഇരിക്കട്ടെ. അവളെന്താ പറയുന്നത് ഇപ്പം? അവളോട് സംസാരിക്കാറുണ്ടോ? ഞാനെപ്പോഴും സംസാരിക്കാറുണ്ട്. ശരിക്കും എന്താ അവൾക്ക് മോക്ക് എന്താ പറ്റിയതെന്താ? 19 വയസ്സിലുള്ളായിരുന്നോ? അവൾക്ക് എന്താ പറ്റിയേ? കൂട്ടുകാർ കൊണ്ടുപോയി ചതിച്ച്. ഒന്ന് ദൂരം നിങ്ങോട്ട് വന്നേന്നല്ലേ ഇപ്പം അല്ലേ? വന്ന് അറിഞ്ഞതാ. അവളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതായിരുന്നോ? പേരെന്തോ? അപ്പോൾ തന്നെ ഇവിടെ തന്നെ ഇരിക്കുവോ? വേറെ ജോലിക്കൊന്നും പോകാതെ നമുക്ക് കൂട്ടായിട്ടിരിക്കുവോ അല്ലേ? രാവിലെ വീട്ടിൽ ഈ കാഴ്ചയല്ലേ കാണുന്നത്? ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇവരെ സംസാരിപ്പിക്കുന്നതിന് കുറേ പരിധിയുണ്ട്. കാരണം അത്രയും തകർന്നിരിക്കുകയാണ് സുലേഖ. അമ്മകൾക്ക് കാവലായിട്ട് എപ്പോഴും രാവിലെയും വൈകിട്ടൊക്കെ ഇവിടെയുണ്ട്. കണ്ടില്ലേ? ഈ മുട്ടായി തന്നെ കണ്ടില്ലേ? ഒരമ്മ മകൾക്ക് കൊണ്ട് കൊടുക്കുന്നതാണ്. ഇത് എവിടെ പോയാലും മേടിച്ചു കൊടുക്കുമോ? ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സ്വന്തം മകൾക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അമ്മ അവരുടെ ശവകുടീരത്തിൽ 1 വർഷം കൂട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ വേണ്ടി സാധിക്കുമോ? അത്രക്കും ദാരുണമായ ഒരു സംഭവമാണ്. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. കാരണം സ്വന്തം മകൾക്കും അതുപോലെ തന്നെ കുടുംബത്തിനും നല്ലൊരു ഭാവി വേണമെന്ന് വിചാരിച്ച് സുലേഖ എന്ന് പറയുന്ന സ്ത്രീ 19 വയസ്സുള്ള അവരുടെ മൂത്ത മകളെയും ഇളയ മകളെയും വീട്ടിലാക്കി അച്ഛൻ്റെ അടുത്താക്കിയിട്ട് കുവൈത്ത് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഒരു വീട്ടുവേലക്ക് ജോലിക്ക് പോവുകയാണ്. അങ്ങനെയാണ് കുടുംബം നോക്കിക്കൊണ്ടു പോകുന്നത്. ആ സമയത്താണ് ഒരു പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. കാരണം തൊട്ട അയൽവാസിയായ ശ്രീനാഥ് എന്ന് പറയുന്ന മനുഷ്യൻ ഈ സഹോദരിയെ വിളിച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോകുന്നു. ആ കൊണ്ടുപോകുന്ന സമയത്ത് ആ വീട്ടിൽ അജിത്ത് എന്ന് പറയുന്ന അവരുടെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. അവരുടെ ലക്ഷ്യം എന്താണെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അവരുടെ ഇംഗിതത്തിന് വഴങ്ങാതെ വന്ന സമയത്ത് ആ സഹോദരിയെ ഈ മദ്യത്തിൽ മയക്കുമരുന്ന് കലർത്തിയതിന് ശേഷം വീണ്ടും പ്രലോഭിപ്പിച്ച് അതിനുശേഷം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നു. അവിടെ നിന്നിട്ട് ആ സഹോദരി ഇറങ്ങി ഓടുകയാണ്. അങ്ങനെയാണ് ആ സഹോദരി മരണപ്പെട്ടത്. ആ സഹോദരിക്ക് തലയ്ക്ക് അടി കൊണ്ടതിന് ശേഷം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ സമയത്താണ് ഈ സുലേഖ എന്ന് പറയുന്ന അവരുടെ അമ്മയെ വിവരം അറിയിക്കുന്നത്. പെട്ടെന്ന് തന്നെ തിരിച്ചു വരണമെന്ന് പറയുന്നു. അവർ തിരിച്ചു വന്ന സമയത്ത് ICUവിൽ അഡ്മിറ്റായ രീതിയിലാണ് അവരുടെ ഈ കുഞ്ഞിനെ കാണുന്നത് എന്നുള്ളതാണ്. വളരെ സങ്കടം നിറഞ്ഞ ഒരവസ്ഥ. നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 1 വർഷമായിട്ട് ഈ അമ്മയ്ക്ക് നീതി കിട്ടിയിട്ടില്ല. നീതിക്ക് വേണ്ടിയിട്ടാണ് അമ്മ സ്വന്തം മകളുടെ ശവകുടീരത്തിൽ ഇരിക്കുകയാണ്. 1 വർഷമായിട്ട് ഇരിക്കുകയാണ്. ഊണ് കഴിക്കാനും അതുപോലെ തന്നെ ഉറങ്ങാനും വേണ്ടി മാത്രമാണ് അവരുടെ വീട്ടിലേക്ക് പോകുന്നത്. അത് കഴിഞ്ഞാൽ ആ ശവകുടീരത്തിൽ ഇരിപ്പാണ് എന്നുള്ളതാണ് വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു വീഡിയോ. അവരുടെ ചെറിയൊരു വീട് നമ്മൾ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അവരുടെ ഒരു അവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതിൽ നിന്നെല്ലാം ഒന്ന് കരകയറണം എന്നുള്ള ഒരു സ്വപ്നം കൊണ്ടാണ് ഈ അമ്മ ഈ നാടെല്ലാം വിട്ടിട്ട് നമ്മുടെ പ്രവാസ ജീവിതം തിരഞ്ഞെടുക്കുന്നത്. ഈ പ്രവാസ ജീവിതത്തെ തിരഞ്ഞെടുത്ത് അവിടെ നിന്നിട്ട് കിട്ടുന്ന പൈസ നാട്ടിലേക്ക് അയച്ചതിന് ശേഷം ഇതെല്ലാം ഉരുക്കൂട്ടിയിട്ട് സ്വന്തം മകൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കണമെന്നായിരുന്നു ഈ സുലേഖയുടെ ഏറ്റവും വലിയ ഒരു സ്വപ്നം. അങ്ങനെ ആ മകളെ നിങ്ങൾ വിചാരിക്കേണ്ട പഠിപ്പിച്ചിട്ടില്ല എന്ന് വിചാരിക്കരുത്. നന്നായിട്ട് പഠിപ്പിച്ചിട്ട് ഒരു ആയുർവേദ നേഴ്സാക്കി മാറ്റി എന്നുള്ളതാണ്. ആ 19 വയസ്സുള്ള സമയത്താണ് സ്വന്തം അയൽവാസിയെ വിശ്വസിക്കുകയാണ്. എല്ലാവരും അങ്ങനെയാണ്. അയൽവാസികളെയൊക്കെ പ്രായപൂർത്തിയായ പെൺകുട്ടികൾ ദയവ് ചെയ്തിട്ട് കണ്ണടച്ച് നിങ്ങൾ ആരും വിശ്വസിക്കരുത്. അയൽവാസിയാവട്ടെ കുടുംബക്കാരാവട്ടെ. ആ തരത്തിൽപ്പെട്ട ഒരു വൃത്തികേടാണ് ആ മനുഷ്യൻ ഈ സഹോദരിയോട് ചെയ്തത്. എന്നിട്ട് അടിച്ച് ശരിയാക്കിയതിന് ശേഷം ബൈക്കിൽ നിന്ന് മറിഞ്ഞു വീണു എന്ന് പറഞ്ഞിട്ടാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയത്. അങ്ങനെ ആ സഹോദരി 19 വയസ്സ് മാത്രം പ്രായമുള്ള സഹോദരി അവരെ വിട്ട് പിരിയുകയാണ്. ഇന്നും ആ ശവകുടീരത്തിലെ മകളുമായിട്ട് സംസാരിച്ചിട്ട് മകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചോക്ലേറ്റുകൾ ദിവസം കൊണ്ടുവച്ച് ശവകുടീരത്തിൽ വെച്ചിട്ട് മകളോട് തിന്നാൻ ആവശ്യപ്പെടുന്ന ഒരു അമ്മയുടെ സ്നേഹം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. സങ്കടം. തീർച്ചയായിട്ടും വീഡിയോ കണ്ട സമയത്ത് കരഞ്ഞുപോയി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങളൊക്കെ ചെയ്യേണ്ടത് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. കാരണം ആ അമ്മയ്ക്ക് ഇന്ന് വരെ നീതി കിട്ടിയിട്ടില്ല. കാരണം ഇന്നത്തെ നീതി എന്ന് പറയുന്നത് പൈസക്കാരുടെ കൂടെയും പണക്കാരുടെയും അതുപോലെ തന്നെ ഈ മണി പവർ മസിൽ പവറൊക്കെ ഉള്ള ആൾക്കാർക്കാണ് പെട്ടെന്ന് കിട്ടുന്നത്. പാവപ്പെട്ടവന് കിട്ടാൻ കുറച്ച് കഷ്ടപ്പാടുണ്ട്. അതുകൊണ്ട് നിങ്ങളെ കണ്ട് കഴിയുന്നത് ഏറ്റവും വലിയ ഉപകാരം എന്ന് പറയുന്നത് ഈ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്തിട്ട് ആൾക്കാരുടെ ഇടയിലേക്ക് ആക്കുക. അതിനുശേഷം ഇതൊരു ചർച്ചയിലേക്ക് കൊണ്ടുവരിക. അത്തരത്തിൽപ്പെട്ട ഒരു നീതി ആ സഹോദരിക്ക് നമുക്ക് വാങ്ങിക്കൊടുക്കാൻ വേണ്ടി സാധിക്കണം. കാരണം ഈ കുറ്റകൃത്യം ചെയ്ത ആൾക്കാർ ജീൻസും ഷർട്ടും പാൻറ്റും കാറും എല്ലാം എടുത്തുകൊണ്ടിട്ട് ഈ അമ്മയുടെ മുന്നിൽ കൂടി ഇങ്ങനെ കൂളായിട്ട് നടക്കുമ്പോൾ
ആ അമ്മയ്ക്കുണ്ടാകുന്നൊരു മനസ്താപം അത് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ വേണ്ടി സാധിക്കില്ല. സുലൈഖ ഈ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നമുക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ അവസാനം വരെ ഒന്ന് കാണണം. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് എന്നെങ്കിലും എല്ലാവരും ഒന്ന് മനസ്സിലാക്കട്ടെ. പോവാം വീഡിയോയിലേക്ക്. അവൾക്ക് ഇതാരെയും മുട്ടയ്ക്ക് വെച്ച് കൊടുത്തേക്കുന്നേ? സുലേഖയാണല്ലേ? ഇപ്പോഴും ഇവിടെ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ അത് വിഷമായിട്ട് മാറത്തില്ലേ? സങ്കടപ്പെടുന്ന ഒരു കാഴ്ചയല്ലേ? നമുക്ക് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല. മകളുടെ ശവോടിരുത്തി ഇരിക്കുന്ന കാഴ്ച എന്ന് രാവിലെ വീട്ടൊക്കെ ഇത് തന്നെ ഇവിടെ ഇരിക്കുമ്പോൾ ഇവിടെ വരുമോ? എപ്പോഴും നമ്മളെ കാണേണ്ടി വരുമോ? മോഹമൊക്കെ വല്ലാതെ ഇരിക്കുവാണല്ലോ. എന്തായാലും ഞാനിവിടെ ഇരിക്കട്ടെ. അവളെന്താ പറയുന്നത് ഇപ്പം? അവളോട് സംസാരിക്കാറുണ്ടോ? ഞാനെപ്പോഴും സംസാരിക്കാറുണ്ട്. ശരിക്കും എന്താ അവൾക്ക് മോക്ക് എന്താ പറ്റിയത്? എന്താ 19 വയസ്സിലുള്ളായിരുന്നോ? അവൾക്ക് എന്താ പറ്റിയേ? കൂട്ടുകാർ കൊണ്ടുപോയി ചതിച്ചു. കൂട്ടുകാർ കൊണ്ടുപോയി ചതിച്ചോ? ഏത് കൂട്ടുകാര്? ഇവിടെ അടുത്ത് ഉള്ള. അന്നേരം സുലേഖ ഈ വീട്ടിലില്ലായിരുന്നോ? ഇല്ല. എവിടെയായിരുന്നു? ഞാൻ കുവൈറ്റിലായിരുന്നു. ഗൾഫിലായിരുന്നു. മക്കളെ പോറ്റാൻ വേണ്ടി ഗൾഫിൽ പോയി. അപ്പം ഈ വീട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? ഹസ്ബൻഡ് ഉണ്ട്. അന്നേരം മോളും ഉണ്ട് ഇവിടെ? 2 പിള്ളേർ. അന്നേരം ഈ മകള് ഈ വീട്ടിലേക്ക് ആരെ വിളിച്ചോണ്ട് പോയതാരാ? ശ്രീനാഥ് എന്ന് പറയുന്ന പയ്യൻ, നമ്മുടെ വീടിന്റെ അടുത്തുള്ള അയൽവാസി. എന്ത് പറഞ്ഞു വിളിച്ചോണ്ട് പോകുന്നേ? പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. മേപ്പോട്ട് കയറി വേടി എന്ന് പറഞ്ഞു വിളിച്ചോണ്ട് പോയി. എന്ന് വെച്ചാൽ ഇവര് കുഞ്ഞിലെ മുതലേ കളിച്ച് വളർന്ന പിള്ളേരെ ഇങ്ങനെ കൊണ്ടുപോയി ചതിക്കുമെന്ന് അറിഞ്ഞില്ല. എന്നിട്ട് ഇവിടെ അവന്റെ കൂടെ അങ്ങ് പോയി. അയൽവാസിയാണ്. മേളിൽ പോയത് മാത്രം അറിയാം. പിന്നെ ഉള്ള സംഭവങ്ങളൊക്കെ പിന്നെ പറയുന്ന ഓഡിയോ ക്ലിപ്പിലുള്ളത്. അവിടെ പോയിരുന്ന് മദ്യമൊക്കെ കൊടുത്തു. അവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ അപ്പുറത്ത്? അവിടെ അജിത്ത് എന്ന് പറയുന്ന അവനാ വന്നേന്ന്. അവൻ ഓട്ടോയിൽ വന്നേന്നാ പറയുന്നത്. അപ്പൊ ഈ അയൽവാസി ആയിട്ടുള്ള ആ പയ്യൻ ഈ പെൺകുട്ടിയെ, അതായത് ഈ പവിത്രയും വിളിച്ചുകൊണ്ട് അപ്പുറത്തേക്ക് പോവുകയാണ്. അവിടെ വേറൊന്നും കാത്തു നിൽപ്പുണ്ട് അല്ലേ? അപ്പൊ അവരുടെ ഉദ്ദേശം എന്തായിരിക്കും? ഈ കുട്ടിയെ നശിപ്പിക്കുക എന്നുള്ളതാണ് അല്ലേ? ദുരുപയോഗം ചെയ്യുക. എന്നിട്ട് ഈ കൊച്ചിനെ കൊണ്ട് പോവുകയാണോ? എവിടെ പോയി? ലോഡ്ജിലോട്ട് കൊണ്ടുപോയി. അങ്ങനെ പോയെന്ന് പറയുന്നേ. ഒന്നും അറിയത്തില്ല. സത്യം എന്ന് വെച്ചാൽ അവന്റെ വോയിസിലാണ് ഇതെല്ലാം നമ്മൾ അറിഞ്ഞത്. അപ്പൊ ലോഡ്ജിൽ കൊണ്ടുപോയിട്ട് കൊച്ചിന് മയക്കുമരുന്ന് കൊടുത്തോ? അവളെ ഇവിടുന്ന് മദ്യം കൊടുത്ത് ഒരു ഇതാക്കിയിട്ടാണ് ഇങ്ങനെ കൊണ്ടുവന്നത്. പിന്നെ നടന്ന് എന്തുവന്ന് അവക്കേ അറിയത്തുള്ളൂ. നമുക്കൊന്നും അറിയത്തില്ല. ആ ഓഡിയോയിലാണ് നമ്മളിതെല്ലാം അറിയുന്നത്. ഓഡിയോ കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലേ? ഈ കൊച്ചു പിന്നെ എങ്ങനെയാണ് മരിക്കുന്ന രീതിയിൽ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? എങ്ങനെ കൊച്ചു മരിക്കുന്നത്? അവിടെ റോഡ് സൈഡിലും കണ്ട് വണ്ടി മറിഞ്ഞെന്നും പറഞ്ഞു, ബൈക്ക് മറിഞ്ഞെന്നും പറഞ്ഞു ഇതുപോലെ ആശുപത്രി കൊണ്ടുവന്നു. പുനലൂര് കൊണ്ടുവന്ന അന്നേരം ഇങ്ങനെ ഇവിടുന്ന് വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞ് അങ്ങനെ ചെന്നപ്പോഴാണ് അറിയുന്നത് ഇവളാന്ന്. എന്നുവെച്ചാൽ അപ്പച്ചി വിചാരിച്ചു അവൾ ഇവിടെ ഉണ്ട്. അയാൾ വിചാരിക്കും അവൾ താഴുണ്ട്. ഇവര് രണ്ടുപേരെ ഈ 2 വീടുണ്ടായോണ്ട് അവരെവിടെ വരുമെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ഇത് വരുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നില്ല. പിള്ളേരെല്ലാം ഒന്നിച്ചിങ്ങനെ നടക്കുന്നതുകൊണ്ട് ആ ഒരു ഇത് നമുക്ക് ഒരു ഇതുമില്ല. സംശയം ആരെയും ഇല്ല. കാര്യം എന്ന് പറഞ്ഞാൽ എവിടെ പോണേലും ഈ കൂട്ടുകാർ പിള്ളേരാ. അപ്പോൾ ആ സഹോദരി പറയുന്ന വാക്കുകൾ കേട്ടാൽ തീർച്ചയായിട്ടും നെഞ്ച് പിടഞ്ഞു പോകും. കാരണം അത്രമാത്രം ഒരു ഓഡിയോ ക്ലിപ്പ് ഇപ്പോൾ സഹോദരിയുടെ കയ്യിൽ കിട്ടുകയാണ്. കാരണം ആദ്യം മരിച്ച സമയത്തൊക്കെ യാദൃശികമായിട്ട് അപകടമുണ്ടായത് ആണ് എന്ന രീതിയിൽ തന്നെയായിരുന്നു ആ സഹോദരി പോലും വിശ്വസിച്ചിരുന്നത് എന്നുള്ളതാണ്. അതിനുശേഷമാണ് ഞാൻ പറഞ്ഞ അയൽവാസികൾ സംസാരിക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് ഈ സഹോദരിക്ക് ലഭിക്കുന്നത്. മറ്റൊരാളോട് സംസാരിക്കുന്ന സമയത്ത് ഞാനിതൊക്കെ ചെയ്തു എന്ന് ഈ പറഞ്ഞ പ്രതി സംസാരിക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് കിട്ടുകയാണ്. എൻ്റെ മകൾ ജീവനോടെ ഈ ശവകുടീരത്തിലുണ്ട് എന്നും അവരുടെ ആത്മാവ് ഇവിടെയുണ്ട്, അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ആ ഓഡിയോ ക്ലിപ്പ് കേൾക്കാൻ വേണ്ടി സാധിച്ചത്. അതിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്ത് മയക്കുമരുന്ന് കൊടുത്തു എന്നും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട് ആ യുവതി സമ്മതിക്കാത്തതിനെ തുടർന്നിട്ടാണ് അടി കിട്ടിയത്, അവിടെ നിന്ന് ഇറങ്ങി ഓടുകയായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ആ വൈമധ്യ ഈ പ്രശ്നങ്ങളെല്ലാം സംഭവിക്കുന്നതും അങ്ങനെ അവിടെ നിന്നിട്ട് എടുത്തിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതും. അതെല്ലാം ബന്ധപ്പെട്ട ഒരു ഓഡിയോ ക്ലിപ്പ് ഈ സഹോദരി ഈ അമ്മയ്ക്ക് കേൾക്കാൻ വേണ്ടി സാധിക്കുകയാണ്. അത് കേട്ട ഉടനെയാണ് ഈ അമ്മയ്ക്ക് ഇനി എനിക്ക് നീതി കിട്ടുമെന്നും ഇത് തീർച്ചയായിട്ടും അധികാരികളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ ഞാൻ തയ്യാറാണ്, എൻ്റെ മകൾ മരിച്ചത് അപകട മരണമല്ല, എൻ്റെ മകളെ കൊന്നതാണ് എന്ന് ഒരു അമ്മ വന്നിട്ട് വിലപിക്കുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ 1 വർഷമായിട്ട് അമ്മ ആ ശവകുടീരത്തിൽ ആ മകളുടെ അടുത്തിരിക്കുകയാണ്. അമ്മയ്ക്ക് കൂട്ടായിട്ടുള്ളത് എന്ന് പറയുന്നത് ഒരു നായയാണ്. ആ നായയും ഈ മകളെടുത്ത് വളർത്തിയാണ്. ഈ മകളുടെ പേര് പവിത്ര എന്നാണ്. നമുക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ ബാക്കി കാര്യങ്ങൾ കൂടി ഒന്ന് കാണാം. അവിടുന്ന് അവൾക്ക് അബദ്ധം പറ്റി ചതി പറ്റിയെന്ന് മനസ്സിലായപ്പോൾ അവിടുന്ന് ഇറങ്ങി ഓടി ഇല്ലേ? അതല്ലേ ഓടിക്കിപ്പോ ഇവന്മാരെന്ത് ചെയ്ത് കാണും? അങ്ങനെ തലക്കടിച്ചെന്നാ പറഞ്ഞ് അവരുടെ വീട്ടുകാർ ഇതിന് കൂട്ടുണ്ടെന്ന് പറഞ്ഞു. അവന്റെ ഈ അജിത്ത് എന്ന് പറയുന്ന അവന്റെ അമ്മയാണ് ഇതിനകത്ത് മെയിനായിട്ട് ഇതിനകത്ത് കളിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അവന്റെ അമ്മയ്ക്കെല്ലാം അറിയാം. തലക്കടിച്ചിട്ട് വഴി കൊണ്ടിട്ടതാ. ഈ കൊച്ചു സമ്മതിക്കാത്തതുകൊണ്ട് അല്ലേ?
ആ. എന്നിട്ട് വളരെ എവിടെയായിരുന്നു മുറിവ്? എവിടെയായിരുന്നു? തലയുടെ പുറകിലായിട്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാല് ആ കൊച്ചിന് ഇതൊരു നീതി കിട്ടിയിട്ടില്ല അല്ലേ? കൊലയാളികൾ തൊട്ടുമുമ്പിലുണ്ട്. അവര് ഇപ്പോഴും എന്റെ കൺമുന്നിൽ കൂടെ നടക്കുന്നുണ്ട്. നമ്മള് ഈ മോക്ക് വേണ്ടി ഇവിടെ തന്നെ കാത്തിരിക്കും അല്ലേ? ആ ഓടിക്കളിപ്പാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കൊരു തെളിവ് തുമ്പായിട്ട് മാറിയത് അല്ലേ? അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലേ കൊച്ചിന് മദ്യം കൊടുത്തെന്നും എല്ലാം പറയുന്നുണ്ട്. ഈ ഒരു വർഷമായിട്ട് ഇതിന്റെ പുറകെ ഇറങ്ങി തിരിച്ചേക്കും അല്ലേ? അതാണ് എല്ലാത്തിനും ഒരു സമയമുണ്ടെന്ന് പറഞ്ഞാലേ ഇത് അതിന്റെ സമയമായിരിക്കും അല്ലേ? മകളുടെ ആത്മാവ് തന്നെ തെളിയിച്ചായിരിക്കും. അല്ല, മകളായിട്ട് അത്രയും കൂട്ടായിരുന്നു അല്ലേ? നമ്മള് കൂട്ടുകാരെ പോരായിരുന്നു. ചേളയ കൊച്ചിനെ നമ്മള് കുഞ്ഞായതുകൊണ്ട് നമ്മൾ അത്ര ഇത്. പക്ഷെ ഇവളായിരുന്നു എൻ്റെ എന്തുകൊണ്ടും ഒരു. ഞാൻ ചോദിക്കുന്നത് ഇത്രയും ഒരു വ്യക്തമായ തെളിവ് ഇത്രയും ഉണ്ടായിട്ട് പോലും നിങ്ങൾ സഹായിക്കാൻ ആരുമില്ല അല്ലേ? ഈ ചെറിയ ആരുമില്ലായിരുന്നു. പോലീസുകാരെല്ലാം അവർക്ക് ഈ പ്രതികൾക്ക് അനുകൂലമായിട്ടായിരുന്നു സംസാരിച്ചത്. വന്നല്ലോ. അപ്പൊ അന്ന് ഈ ഒരുപാട് കേസൊക്കെ കൊടുത്തിട്ട് ആരും മൈൻഡ് ചെയ്തില്ല. അവളുടെ കൂട്ടാ. ഇത് കുഞ്ഞിലേ ഇവിടെ വന്നതാ. അന്ന് മുതലേ ഇവളുമായിട്ട് നല്ല. അപ്പൊ അവനും ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കാണേണ്ടി വരുമോ? ഇവിടെ വരും. അവന് ഭയങ്കര കൂട്ടായിരുന്നോ? ഇവിടുന്ന് ദൂരം അങ്ങോട്ട് വന്നതല്ലേ ഇപ്പൊ അല്ലേ? വന്ന് അറിഞ്ഞതാ. അവളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതായിരുന്നോ? പേരെന്തോ? ചിപ്പു. അപ്പൊ തന്നെ ഇവിടെ തന്നെ ഇരിക്കുവോ? വേറെ ജോലിക്കൊന്നും പോയി കൂട്ടായിട്ടിരിക്കുവോ അല്ലേ? ലവലമായിട്ടല്ലേ ഈ കാഴ്ചയല്ലേ കാണുന്നത്? ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇവരെ സംസാരിപ്പിക്കുന്നതിന് കുറേ പരിധിയുണ്ട്. കാരണം അത്രയും തകർന്നിരിക്കുകയാണ് സുലേഖ. അമ്മകൾക്ക് കാവലായിട്ട് എപ്പോഴും രാവിലെയും വൈകിട്ടൊക്കെ ഇവിടെയുണ്ട്. കണ്ടില്ലേ ഈ മുട്ടായി തന്നെ കണ്ടില്ലേ? ഒരമ്മ മകൾക്ക് കൊണ്ട് കൊടുക്കുന്നതാണ്. ഇത് എവിടെ പോയാലും മേടിച്ചു കൊടുക്കുവോ? അവൾക്ക് ഇഷ്ടമായിരുന്നു മിഠായി? ഉണ്ട്. മിഠായി ഒക്കെ കൊണ്ടു കൊടുക്കും. കൊച്ചു കുഞ്ഞുങ്ങളെ പോലെയാണ് നോക്കുന്നത്. ഗൾഫിൽ നിന്ന് വന്നപ്പോഴത്തേക്ക് അവളില്ല അല്ലേ? ഭൂമിയിലില്ല. വളരെ പ്രതീക്ഷ. ഞാൻ വന്നപ്പം മെഡിക്കൽ കോളേജിൽ ഐസിയില്ല. അവളെ കണ്ട് എന്തിനും സംസാരിക്കാൻ പറ്റിയില്ല. അവൾക്കൊന്നും സംസാരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലായിരുന്നു. അപ്പോഴത്തേക്ക് അവൾ വിട്ടുപോയല്ലേ? ഈ രണ്ടുപേരും അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നായയും അവളുടെ അമ്മയും ഇവിടെ തന്നെയാണ്. കണ്ടില്ലേ? ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന അനീതിയാണ്. ആ മകൾക്ക് നീതി കിട്ടണമെന്ന് പറഞ്ഞ് ഒരുപാട് അലഞ്ഞു തിരിഞ്ഞിട്ട് ഈ നിമിഷം വരെ നീതി കിട്ടിയിട്ടേ ഇല്ല. അവൾക്ക് നീതി കൊടുക്കണമെന്നേ. കാരണം 19 വയസ്സുള്ള ഒരു കുട്ടിയാണ്. എത്രയോ വർഷം ജീവിക്കേണ്ടതാണ്. ഇവരെയൊക്കെ നോക്കേണ്ടതാണ്. ഈ കുടുംബത്തിൻ്റെ ഒരു ഐശ്വര്യമായിരുന്നു. നമുക്ക് ജോലിയൊക്കെ ഉണ്ടായിരുന്നോ? നേഴ്സായിരുന്നു. ആയുർവേദ നേഴ്സായിരുന്നു. ഇത്രത്തോളം പഠിപ്പിച്ച് കഷ്ടപ്പെട്ട് ഒരു അമ്മ മകളെ പഠിപ്പിച്ച് ഗൾഫിൽ പോയി കഷ്ടപ്പെട്ടാണ് ഈ മക്കളെയൊക്കെ നോക്കുന്നത്. തീർച്ചയായിട്ടും പ്രതികൾ വളരെ കൂളായിട്ട് ഇപ്പോഴും സഞ്ചരിക്കുകയാണ്. എന്തായാലും അവളുടെ ആത്മാവ് ഇവിടെ ഉണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ആ ഒരു ഓഡിയോ ക്ലിപ്പ് കിട്ടത്തില്ല. ആ ഓഡിയോ ക്ലിപ്പ് കൃത്യമായിട്ട് പറയുന്നുണ്ട് മദ്യം കൊടുത്ത് മയക്കുമരുന്ന് കൊടുത്തിട്ടാണ് അവളെ ദുരുപയോഗം ചെയ്യുന്നതൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിനു മുമ്പ് അവൾ രക്ഷപ്പെട്ടു അവിടുന്ന്. അപ്പോൾ ആ സഹോദരി പറയുന്നത് നിങ്ങളെല്ലാവരും കേട്ടു കാണും. എൻ്റെ മകൾക്ക് നീതി വേണമെന്നുള്ള ഒരു ആശയം മാത്രമാണ് പറയുന്നത്. എവിടെയൊക്കെ പോയി മുട്ടാൻ പറ്റുമോ അവിടെയൊക്കെ പോയി വാതിൽ മുട്ടിയിട്ടും തുറക്കപ്പെടുന്നില്ല എന്നാണ് ആ സഹോദരി പറയുന്നത്. ഒരു വർഷമായിട്ട് ഞാൻ കാത്തിരിപ്പാണ്. ഇനിയെങ്കിലും എനിക്കൊരു നീതി വാങ്ങിത്തരണമെന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു യൂട്യൂബറുടെ കയ്യിലേക്ക് വന്നിട്ട് വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് അദ്ദേഹം പോയിട്ടൊരു വീഡിയോ എങ്കിലും ചെയ്യാൻ തയ്യാറായി. കാരണം ഇന്ന് നമ്മുടെ സമൂഹത്തിലേക്ക് തീർച്ചയായിട്ടും എത്തപ്പെടാൻ ഏറ്റവും വലിയ ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ഉപകാരമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നമുക്ക് സ്പ്രെഡാക്കാനും അതുപോലെ തന്നെ ഒരുപാട് ആളുകളിലേക്കും ഈ സുലേഖയുടെ കണ്ണീരിന് തീർച്ചയായിട്ടും ഒരു സമാധാനം അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അവർക്കൊരു നീതി വാങ്ങിക്കൊടുക്കാൻ നമുക്ക് സാധിക്കും. ഒരുപാട് വീഡിയോകൾ ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിൽ കൂടെയൊക്കെ വൈറലായതിനു ശേഷം ഒരുപാട് സമൂഹത്തിന് ഒരുപാട് കുടുംബത്തിന് അവർക്ക് അവരുടേതായ നീതി വാങ്ങിയെടുക്കാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് നിങ്ങളും ഇത് ഷെയർ ചെയ്യുക. കാരണം ഒരുപാട് ആൾക്കാർ വീഡിയോ അറിയട്ടെ. അതിനുശേഷം നമ്മുടെ പോപ്പുലർ മാധ്യമങ്ങളെല്ലാം തന്നെ അവിടെ പോയിട്ട് കാര്യങ്ങൾ അന്വേഷിക്കട്ടെ. ഈ ഓഡിയോ ക്ലിപ്പുമായി ബന്ധപ്പെട്ട് ആ അമ്മയ്ക്ക് കിട്ടിയ തെളിവ് തീർച്ചയായിട്ടും ഏറ്റവും വലിയ ഒരു ടേണിംഗ് പോയിൻ്റാണ് ഈ കേസിൽ എന്നുള്ളതാണ്. അതിൽ വളരെ വ്യക്തമായിട്ട് അവർ തന്നെ പറയുന്ന സൗണ്ടാണ്. തീർച്ചയായിട്ടും അവർ തന്നെ പറയുന്ന വോയിസാണ്. അവർ തന്നെ പറയുന്നുണ്ട് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തു പോയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലൊക്കെ രണ്ടാമത്തെ അജിത്ത് എന്ന് പറയുന്ന ആളുടെ അമ്മയാണ് ഇതിലൊക്കെ സപ്പോർട്ട്. അവർക്കും ഇതിൽ പങ്കുണ്ട് എന്നാണ് പറയുന്നത്. ആ അമ്മയുമായിട്ടുള്ള ഓഡിയോ ക്ലിപ്പും തീർച്ചയായിട്ടും ആ സഹോദരി കേട്ടിട്ടുണ്ട്. അപ്പോൾ സഹോദരിയുടെ ചങ്ക് പൊട്ടുന്ന കാര്യങ്ങളാണ്. സ്വന്തം മകളാണ് നഷ്ടപ്പെട്ടത്. നമുക്കറിയാം, ഞാൻ പറഞ്ഞതുപോലെ വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് കഷ്ടപ്പെട്ടിട്ട് ഈ മകളുടെ നല്ലൊരു ജീവിതം ഉണ്ടായി കാണുമെന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്താണ് കുവൈത്തിലൊക്കെ പോയിട്ട് നിങ്ങൾക്കറിയാം അതും വീട്ടുവേല ചെയ്തൊക്കെ കുടുംബം പോറ്റുക എന്നൊക്കെ പറഞ്ഞ് എത്രമാത്രം സങ്കടപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഭാഷ പ്രശ്നമാണ്, അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളെല്ലാം ബുദ്ധിമുട്ടുകളും ആ സഹോദരി സഹിച്ചത് ഈ മകൾക്ക് വേണ്ടി മാത്രമാണ്. എന്നിട്ട്
അവസാനമായിട്ട് തിരിച്ചു വരുമ്പോൾ മെഡിക്കൽ കോളേജിലെ ICU വാർഡിലാണ് സ്വന്തം മകളെ കാണപ്പെട്ടത്. സംസാരിക്കാൻ പോലും കഴിഞ്ഞില്ല. അങ്ങനെ 2 ദിവസം 3 ദിവസം കഴിഞ്ഞ സമയത്ത് ആ സഹോദരി അമ്മയെ വിട്ട് പിരിയുകയാണ്. ആ ശവകുടീരത്തിൽ തീർച്ചയായിട്ടും മകളുടെ അടുത്തിരുന്നിട്ട് ഇന്നും കണ്ണീർ വാർത്തുകൊണ്ടിരിക്കുന്ന ഒരു അമ്മയുടെ മുഖമാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ദയവ് ചെയ്ത് ഇതൊക്കെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഷെയർ ചെയ്യുക. കാരണം ഇന്ന് ആ സുലേഖക്കാണ് അവസ്ഥ വന്നതെങ്കിൽ ചിലപ്പോൾ നാളെ നിങ്ങൾക്കോ എനിക്കോ നമ്മുടെ അയൽവാസികൾക്കോ ഈ ഒരു അവസ്ഥ വന്നേരിക്കാം. ഇത്തരത്തിൽപ്പെട്ട ചതിയന്മാരുടെ വലയിലേക്ക് ദയവ് ചെയ്ത് എൻ്റെ പെൺമക്കളായ സഹോദരിമാർ ഒരിക്കലും വീണു പോകാൻ വേണ്ടി പാടില്ല. പ്രായപൂർത്തിയായ പെൺകുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത്തരത്തിൽപ്പെട്ട ഈ ലോകത്തിൽ നിന്നും കമ്പനിയിൽ നിന്നും എല്ലാം ഒന്ന് വിട്ടു നിൽക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. കാരണം നിങ്ങളുടെ പ്രായം അതാണ്. ആ പ്രായപൂർത്തിയായതിനു ശേഷം ദയവ് ചെയ്ത് നമ്മുടെ കുട്ടികളെ ഒന്നും നിങ്ങൾ അന്യ സഹോദരന്മാരുടെ കൂടെയും അതുപോലെ തന്നെ ഈ അയൽവാസികളുടെ കൂടെയും ഒന്നും വിടാതിരിക്കുക എന്നാണ് പറയാനുള്ളത്. എത്ര നല്ല മനുഷ്യന്മാരാണെങ്കിലും എപ്പോഴാണ് അവരുടെ മനസ്സിലും ഒരു വൃത്തികെട്ട ചിന്താഗതി കടന്നുകൂടുക എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല. ഒരുപാട് സഹോദരിമാരുടെ ജീവൻ ഇതുപോലെ നഷ്ടപ്പെട്ടത് നമ്മൾ പേപ്പറിലും അതുപോലെ തന്നെ ഇത്തരത്തിൽപ്പെട്ട ചാനലുകളിലൂടെയും വാർത്തകളിലൂടെയും എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. ദയവായാലും ഈ സഹോദരിക്ക് ഏതായാലും നീതി കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ഒരു കാര്യം തീർച്ചയായിട്ടും നല്ലൊരു തുടക്കമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഏതായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇതുപോലെപ്പെട്ട ഒരുപാട് വാർത്തകൾ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം, ബൈ.